എന്തായാലും എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. ചേർത്തി പറഞ്ഞത് നേരാ. ഓണമെന്ന് വെച്ചാൽ സ്നേഹം എന്ന അർത്ഥം തന്നെ. അങ്ങനെ ഒരു അർത്ഥമുണ്ടാ? എന്നാ പിന്നെ ചിങ്ങത്തിൽ ഓണം എന്ന് പറയാതെ ചിങ്ങത്തിലെ സ്നേഹം എന്നങ്ങ് പറഞ്ഞു. ഓണക്കോടി എന്ന് പറയാതെ സ്നേഹക്കോടി എടുക്കുക, പന്തെന്ന് പറയാതെ സ്നേഹപ്പന്തെന്ന് പറയുക. ഇങ്ങനെ ഒന്ന് ചുമ്മാരിയാളിയാ. ഛേ, അതെന്തല്ലേ അങ്ങനെ പറയുന്നത്? ഇതാണ് പറയുന്നത്, ജോലിയുള്ളവരെ മറ്റുള്ളവർക്ക് വിലയുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരുത്തനായി പോയി. ആ വിസ കിട്ടിയിരുന്നെങ്കിൽ. ഓ ചുമ്മാ മനസ്സ് വിഷമിപ്പിക്കാതെ സൂന. കാര്യം ഷേക്കാൻഡൊക്കെ കൊടുത്തു, പക്ഷേ കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. മത്സര ബുദ്ധി ഇല്ലെങ്കിൽ ജീവിതം അതോടെ തീർന്നില്ലേ? കട്ടപ്പോക. അതുപോലെ ഓഫീസിലെ പ്രഥമനും അവിയലും അതിലും കൂടെ ചേട്ടത്തി വെണ്ണിക്കൊടി പാറിക്കണം. വെണ്ണിക്കൊടി. ഓഫീസിലെ എല്ലാവരും പാചകക്കാരാ, അവരോട് മത്സരിക്കാനൊന്നും പോകണ്ട. നരേട്ടൻ അങ്ങനെ പറയും. പാചകത്തിന് നാത്തൂന് ഒട്ടും മോശമല്ല. പറയണ്ട ശാരദ, ഭാര്യമാരുടെ കഴിവുകൾ ഇടിച്ചു താഴ്ത്തി പറയാന്നുള്ളത് ഭർത്താക്കന്മാരുടെ ജന്മാവകാശം. നമ്മളായിട്ടത് തടയാൻ പോണ്ട. കാര്യമായിട്ട് പറഞ്ഞതാ. ഓഫീസിലെ സ്റ്റാഫുകൾക്കിടയിൽ നല്ല പാചകക്കാരുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മത്സരം എന്ന് പറയുന്നത് മത്സരം തന്നെയാണ്. ചേട്ടത്തിയുടെ പ്രസ്റ്റീജ് ഓഫീസിൽ ഉയർത്തിപ്പിടിക്കാൻ വരുന്ന ഏറ്റവും നല്ല അവസരമാണിത്. അതിന് എല്ലാ അടവും പയറ്റാം. ഒരടവും വേണ്ട, അറിയാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. നിക്കളിയാ, ഞാൻ ഒരു മാർഗം പറയാം. ഈ സിറ്റിയിൽ ഇപ്പൊ ഓണത്തിന് സദ്യ റെഡിയാക്കി വീടുകളിൽ കൊടുക്കുന്ന ഒരുപാട് ഹോട്ടൽ, ഭയങ്കര രുചിയാണ് അവിടുത്തെ ഫുഡിന്. കണ്ട പറയുമ്പോ തന്നെ എന്റെ വായിന്ന് കിടോന്ന് കുടിനീരിറങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡിന് ഏർപ്പാട് ചെയ്താലോ? രഹസ്യമായിരുന്നാ മതി. നരേട്ടനും നാത്തൂനും കുളിച്ചൊരുങ്ങി നേരത്തെ പോവാ. വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് കൊണ്ടുവന്ന രീതിയിലേ ഉച്ചയ്ക്ക് ആരെങ്കിലും ഫുഡ് അവിടെ എത്തിച്ചോളും. അതൊന്നും നരട്ടൊന്ന് വെറുതെ ഇരിക്കാവോ? ശാരദ പറഞ്ഞ നേരാ, അത് മതി മതി. പക്ഷേ ഫുഡ് ആര് കൊണ്ടുവരും? സുഗുണം തന്നെ. അയ്യോ അത് വേണ്ട, കുറച്ച് പ്രായമായ ആരെങ്കിലും. അപ്പുറത്തെ അമ്മാവും മതി. അപ്പൊ പിന്നെ ആരും സംശയിച്ചു ഒന്നും ചോദിക്കുകയില്ല. നരട്ട, ഈ കാര്യത്തിലെങ്കിലും നരട്ടൻ എന്നോടൊപ്പം നിൽക്കണം. കാറന്വേഷണം പകുതി വഴിക്ക് നിൽക്കുക, ആ ദുഃഖം മറക്കാനാ. നാത്തൂനെ കാറിന്റെ കാര്യം അതിനൊക്കെ ഇനിയും സമയം കിടക്കല്ലേ? അപ്പൊ പിന്നെ എല്ലാം ഓക്കെ. ശാരദേ, ഈ ഓണം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ സംഗതി തന്നെയല്ലേ? പാതാളത്തിൽ രാജാവ് വർഷാവർഷം പ്രജകളെ കാണാനെത്തുക. ആ രാജാവിനെ സ്വീകരിക്കാൻ നമ്മളിങ്ങനെ ആഘോഷത്തോടെ കാത്തിരിക്കുക. പാതാളത്തിൽ നീ എങ്ങനെയാണോ എന്തെങ്കിലും കേറി വരണത് അല്ലേ? അതൊരു സങ്കല്പമല്ലേ സുഗുണേട്ടാ? അയ്യോ, സങ്കല്പമൊന്നും അല്ല ശാരദ, സത്യമായിട്ടുള്ള വരവാണ്. സത്യം എന്നുവെച്ചാ പാതാളത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ പിടിച്ചേറി വരുമെന്നോ? പിന്നെ എടി, നമ്മളെ ഓരോരുത്തരെയും കാണാൻ വരും. ഇത്തവണ നോക്കിക്കോ, മാവേലി തമ്പുരാൻ എന്നെ വന്ന് കാണാം. വിശ്വാസമുള്ളവരെ മാത്രമേ അദ്ദേഹം വന്ന് കാണും. എനിക്ക് നല്ല വിശ്വാസമാണ് മാവേലി, അതുകൊണ്ട് എന്നെ വന്ന് കാണും. നോക്കിക്കോ. മകനെ, ഞാൻ മാവേലി. മാവേലി? സത്യമായിട്ട് മാവേലിയാണ്? കണ്ടിട്ട് മനസ്സിലായില്ലേ കുഞ്ഞെ? ഞാൻ വിചാരിക്കുന്നത് ഈ കിരീടവും ഓലക്കുടയൊക്കെ ഏതോ കലണ്ടറുകാര് ചുമ്മാ അടിച്ചിറക്കുകയാണെന്നാണ്. അപ്പൊ യഥാർത്ഥ മാവേലിയാണല്ലേ? ഞാൻ ഒന്ന് തൊട്ടു നോക്കട്ടാ. ആയിക്കോളൂ. തൊടത്താ? തൊടും. തൊട്ടോളൂ. തൊട്ട്. അയ്യോ, തന്നെ മാവേലി തന്നെ. ഞാൻ എല്ലാരും വിളിച്ചറിയിക്കട്ടോ. തൽക്കാലം ആരും അറിയണ്ട. പാതാളത്തിന് എങ്ങനെയെങ്കിലും എത്തിയത്? റോഡിലൊക്കെ ഒരുപാട് കട്ടുണ്ടല്ലോ, അതിൽ കൂടി കേറി പോന്നു. സത്യം പറഞ്ഞ തമ്പുരാനും ഭയങ്കര ബഹുമാനമാണ്. ഈ പാതാളത്തിൽ പോകാൻ നേരത്ത് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ പ്രജകളെ വന്ന് കാണണമെന്നല്ലേ പറഞ്ഞത്?
ഇന്നത്തെ കാലത്തുണ്ടല്ലോ നേരെ തിരിച്ചാണ് നേതാക്കന്മാര്. പ്രജകളെ വന്ന് കാണാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. നല്ല മനുഷ്യൻ തന്നെ കേട്ടാ. പിന്നെ ഒരു സംശയം. എന്താ? അല്ല, വാമന് ഒരു ചുവട് കൊണ്ട് ഭൂമി, മറ്റേ ചുവട് കൊണ്ട് ആകാശം, ഇത് രണ്ടും അളന്നിട്ട് മൂന്നാം ചുവട് എവിടെ വെക്കണമെന്ന് ചോദിച്ചപ്പോ തമ്പുരാൻ തല കാണിച്ചു കൊടുത്തല്ലേ? തന്നല്ല? അതെ. പക്ഷേ അത് മണ്ടത്തരമായിപ്പോയി. അടുത്ത് നിന്ന് ഏതെങ്കിലും ഭടന്റെ തല കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ചേട്ടാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴൊക്കെ അങ്ങനെയാണ് മാവേലി. നേതാവിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കും. അതാണ്. ഓണവില്ലൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. അയ്യോ, തെറ്റിപ്പോയി. ഇപ്പൊ ഓണവില്ലല്ല, ഓണബില്ലാണ്. ഓണബില്ല്. ഈ തുണിക്കടയുടെ ഇടയിലൊക്കെ അല്ലേ ഇപ്പൊ ഓണം നടക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ബില്ല് കിട്ടും. അതാണ് ഓണബില്ല്. പിന്നെ ഓണത്തല്ലുണ്ട്. അത് ഈ ഓണപരീക്ഷയ്ക്ക് മക്കളെ പഠിപ്പിക്കുന്ന അച്ഛനമ്മമാര് മക്കൾക്ക് തല്ലാണ് ഓണത്തല്ല്. പിന്നെ മാവേലി തമ്പുരാനോടൊരു അപേക്ഷയുണ്ട്. എന്താണ്? ഈ തിരുവോണം എപ്പോഴും വർക്കിംഗ് ഡേയിൽ വേണം വരുത്താൻ. അതെന്താ? അത് ഈ ഞായറാഴ്ച ഓണം വരികയാണെങ്കിൽ ഓണത്തിന്റെ അവധിയും ഞായറാഴ്ച അവധിയും തമ്മിൽ ക്ലാഷ് ആവും. മനസ്സിലായില്ലേ? അത് ഈ ജീവനക്കാർക്കൊക്കെ ചെറിയ പ്രയാസം ഉണ്ടാക്കും. മാവേലി ഓണദുഃഖം വരും. ഏതായാലും എവർക്കും ക്ഷേമം തന്നല്ലോ. ഓ, ക്ഷേമം. ഞാൻ അടുത്ത വീട്ടിലേക്ക് പോട്ടെ. അല്ല മാവേലി, എന്താ? ഞാൻ ഉണ്ടല്ലോ ഒരു ഭയങ്കര കവിയാണ്. ഓണത്തിനെ കുറിച്ചൊക്കെ നല്ല കവിത എഴുതിയിട്ടുണ്ട്. കൊള്ളാലോ. ഞാൻ പാടാം. ഇപ്പൊ പാടാം, കേട്ടോണേ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, കള്ളത്തരം പറഞ്ഞാൽ ശിക്ഷ കിട്ടും, ശിക്ഷിക്കപ്പെട്ടവൻ വെള്ളം കുടിക്കും. വെള്ളം ജലമാണ്, ജലമൊരു ലായിന് കടലിലും കുളത്തിലും. അയ്യോ മാവേലി പോരുത്, വേറെ കവിത വേണം. ഓണത്തപ്പ കുടവയറ, ഓണം വന്നാൽ എന്തെല്ലാം, ഓണത്തിന് വെള്ളം കുടിക്കണം, വെള്ളം ജലമാണ്, ജലമൊരു. മാവേലി പോരുത്, വേറെ ഒരെണ്ണം. ഓണം ദേശീയ ഉത്സവമാണ്, ഉത്സവത്തിന് ആർപ്പ് വിളിയും അട്ടഹാസങ്ങളും പാട്ടും ഡാൻസും ഉണ്ട്. ഒരുപാട് ഡാൻസ് ചെയ്താൽ ദാഹിക്കും, ദാഹിച്ചാൽ വെള്ളം കുടിക്കും, വെള്ളം ജലമാണ്, ജലമൊരു ലായിനി. അയ്യോ ഓടരുത് മാവേലി തമ്പുരാനെ, ഓടരുത് മാവേലി. സുഗുണേട്ടാ, മാവേലി സുഗുണേട്ടാ, ഓടരുത്. സുഗുണേട്ടാ, മാവേലി. ഞാനാ മാവേലിയോ? ശാരദ. എവിടെ തമ്പുരാ? എവിടെ തമ്പുരാൻ? ആര്? മാവേലി തമ്പുരാൻ. ഇത്ര അടുത്ത് വന്ന് നിന്നാണ്. ഞാൻ കവിത പാടിയതും പൊക്കളഞ്ഞ്. ആ, അത് ശരി. സ്വപ്നം കണ്ടതാ അല്ലേ? അയ്യോ, സ്വപ്നമല്ല, സത്യമായിട്ട് കാണും പോലെ തന്നെ ഇരുന്ന്. ആ മാവേലിയുടെ കിരീടമൊക്കെ കാണുമായിരുന്നു, നല്ല പളപളാന്നിരുന്നു. സുഗുണേട്ടൻ കവിത പാടിയതുകൊണ്ടല്ലേ പൊയ്ക്കളഞ്ഞത്? അയ്യോ, മാവേലി തമ്പുരാന് കവിത നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങ് പാതാളത്തിൽ കവിത പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ആയിരിക്കും ഓടി തള്ളിക്കളഞ്ഞത്. ഏതായാലും മാവേലി പോയി. നീ കേക്ക് ഒരു ആടി പോലെ കവിത കേട്ടോ. ഓണത്തപ്പ കുടവയറ, ഓണസദ്യക്കണ്ടേ, സദ്യ കഴിഞ്ഞാൽ കൈ കഴുകണ്ടേ, കൈ കഴുകാൻ വെള്ളം വേണം, വെള്ളം ജലമാണ്, ജലമൊരു ലായിൻ. ആഹാ, അത് ശരി. നമ്മുടെ കവിതയ്ക്കൊന്നൊരു വിലയില്ലാതായി. എണീറ്റാൽ വെള്ളം കുടിക്കും, വെള്ളം ജലമാണ്, ജലമൊരു. അമ്മാവതാ അവിയലിനും പ്രഥമനും. ദേ ഞാൻ പറഞ്ഞ് കുരങ്ങനെ മരം കയറ്റാൻ പഠിപ്പിക്കരുത്, കഴുത ചുമട് ചുമക്കാൻ പഠിപ്പിക്കരുത്, ചുണ്ടലിയെ പൊത്തിക്കാറാൻ പഠിപ്പിക്കരുതെന്ന്. അല്ല, തന്ത്രപരമായിട്ട് വേണം ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാൻ. അത് ശരി. എന്നെയാണോ കള്ളം ചെയ്യാൻ പഠിപ്പിക്കുന്നത്? നോക്ക്, നീ കുപ്പിപ്പാല് കുടിച്ച് കിടക്കുമ്പോഴേ ഒന്നാം തരം കള്ളം ചെയ്ത് കഴിവ് തെളിയിച്ചവനാണ് ഞാൻ, അറിയാവോ? ശരി, അമ്മാവൻ ചെല്ലണം, ഞങ്ങള് ഓഫീസിലോട്ട് പോവാ. കൃത്യസമയത്തിന് മുമ്പ് പ്രഥമനും അവിയലും അവിടെ എത്തിയിരിക്കും. ഈ ഓണം എന്ന് പറയുന്നത് നല്ല ആഘോഷമല്ലേ ചേട്ടാ? ആ, ഫാസ്റ്റ് ഫുഡ് ഉള്ളതുകൊണ്ട് നല്ല ആഘോഷം തന്നെ. എന്നെ കളിയാക്കിയതല്ലേ എനിക്കറിയാം. ഏയ്, സമൂഹത്തെ മൊത്തം കളിയാക്കിയതാ, ഞാൻ ഉൾപ്പെടെ. ഓണത്തിന്റെ സന്തോഷം കംപ്ലീറ്റ് വില കൊടുത്ത് വാങ്ങാൻ കിട്ടുമല്ലോ, അതൊരു നേട്ടം തന്നെയാണ്. ഇവിടെ അവിയലും പ്രഥമനും വിൽക്കുന്നത് എന്താ? ചെറിയക്കൂലേ ഈ ഓണസദ്യയൊക്കെ വിൽക്കുന്ന കട എവിടെയെന്ന്? എന്താന്ന്? എടേ, നിന്നെ പോലെ കുരിഞ്ഞൊരു കുപ്പ എടുക്കാൻ മടിയാണല്ലോ.
മൊത്തം ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുകയല്ലേ സദ്യ ഓണത്തിന് വെട്ടി വെട്ടി വിഴുങ്ങാൻ. അങ്ങനെ ഓണസദ്യ വിൽക്കുന്ന കട എവിടെയാന്ന് നോക്കി പേടിപ്പിക്കല്ലേ, ഞാനങ്ങ് കരിഞ്ഞു പോവും. അയ്യടാ ഈ കട ഞാൻ അവിടെ പോയി അങ്ങനെ ഓരോണം കൂടി വന്നിരിക്കാം. സമത്വം, സഹോദര്യം, സ്നേഹം, ഇത് ഓണത്തിൻ്റെ സവിശേഷതകൾ. നമ്മുടെ ഓഫീസിൻ്റെ ഓണാഘോഷത്തിന് വേണ്ടി, അതിൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഓരോ മത്സരങ്ങൾ, അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള വിഭവങ്ങൾ വിളമ്പി വടംവലി. എല്ലാവരും റെഡിയാണല്ലോ? കുട്ടി LD ക്ലർക്കിന്റെ വൈഫല്ലേ? അതെ. ഞാനേ UD ക്ലർക്കിന്റെ വൈഫാ. അതിന് ഞാൻ തന്നെ പറഞ്ഞു തരണോ? കുട്ടി അപ്പുറത്ത് പോവും, അവിടെ. എന്താ അവിടെ ഒരു പ്രശ്നം? നരേന്ദ്ര സാറിന്റെ ഭാര്യ LD ക്ലർക്കിന്റെ ഭാര്യയോടൊപ്പം നിൽക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, വെറുതെ പറയുവാ. അയ്യോ, ലീലാവതി, നീ എന്നെ ചമ്മിക്കല്ലേ. അത് ശരി, ഗ്രേഡ് കുറഞ്ഞവർക്കൊപ്പം നിന്ന് യഥാർത്ഥത്തിൽ ചമ്മുന്നത് ഞാനാ. ഈ നരേട്ടന്റെ ഒരു കാര്യം എപ്പോഴും തമാശ. അവിടെ ചെന്ന് നിക്ക്, എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞതാ. മത്സരം തുടങ്ങാമോ? റെഡി? ഓഫീസിലിപ്പോ നാത്തൂന്റെ മതിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ അല്ലാതെ ചേട്ടത്തിയുടെ അളിയന്റെയും മതിപ്പ് കൂടണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അതെന്താ? അല്ല, അങ്ങനെ മതിപ്പ് കൂടുമ്പോ അവർക്ക് സന്തോഷം കൂടും.
സന്തോഷം കൂടും, നമ്മളോട് സ്നേഹവും കൂടും. അപ്പോ എത്ര കാലം വേണോ നമ്മൾ ഇവിടെ നിൽക്കുന്നത് അവർക്ക് സന്തോഷമായിരിക്കും. അയ്യോ, ഈ സുഗുണേട്ടന്റെ ഓരോ ഐഡിയകള്. അല്ല, ഇപ്പഴേ ഓരോ ദിവസം ഓരോരോ ഡേ ആണല്ലോ. വാലന്റൈൻസ് ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാൽ ഞാനൊരു ഡേ ആഘോഷിക്കാൻ പോവുകയാണ്. അതേതാ? അലിയൻസ് ഡേ. എന്ത്? ഈ അലിയൻസ് ഡേയില് ഞാൻ അളിയന് ആശംസകളൊക്കെ അയക്കും. എന്റെ അളിയൻ ഈ വീടിന്റെ ഐശ്വര്യം, അളിയനെ കൺകണ്ട ദൈവം. അല്ല സുഗുണേട്ടാ, എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരില്ലേ? ഇത്രയും കാഠിന്യമുള്ള ചോദ്യങ്ങൾ നിനക്ക് എങ്ങനെ ചോദിക്കാനാവുന്നു ശാരദ? നീ ഇങ്ങനെ സങ്കുചിതമായി ചിന്തിക്കാതെ വിശാലമായി ചിന്തിക്ക്. ഈ ഇടുങ്ങിയ മനസ്സുള്ളവരാണെങ്കിൽ എല്ലാം എന്റേത് നിന്റേത് എന്നൊക്കെ വേർതിരിച്ച് കാണുന്നത്. വിശാല മനസ്കർ ഒരിക്കലും അങ്ങനെയല്ല. എല്ലാം എല്ലാവരുടേതുമാണ്. നമ്മൾ നേടിയത് വലുതും നമ്മൾ കൊണ്ടുവന്നതാണോ? ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? അയ്യോ, സുഗുണേട്ടൻ വലിയ മഹാമാരെ പോലെ സംസാരിക്കുന്നു. വിശാലമായി ചിന്തിക്കുന്നവർ ഞാൻ വിശാലമായി ചിന്തിക്കുന്നു, അറിവുള്ളവനായി. ഞാൻ ഇപ്പൊ പക്ഷേ ചിന്തിക്കുന്നത് അതല്ല. പിന്നെന്താ? ഓഫീസിൽ ചേട്ടത്തി ഇപ്പോ ഏതൊക്കെ ഐറ്റങ്ങളിൽ ജയിച്ച് കാണുമോ എന്തോ അല്ലേ? അപ്പോ നമുക്കിനി കസേര ലീലാവതി പ്ലീസ്, നമ്മൾ ജയിക്കാൻ ശ്രമിക്കണം. പക്ഷേ അതുപോലെ പ്രാധാന്യം മറ്റുള്ളവർ ജയിക്കാൻ അനുവദിക്കുകയും വേണം. അയ്യോ, വടംവലിയിൽ ഞാൻ അതാണല്ലോ ചെയ്തേ. അവരെ ജയിക്കാൻ അനുവദിച്ചില്ലേ? ശരി, തുടങ്ങി. ശരി നരട്ടാ, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ജയിച്ചിട്ട് വരട്ടെ. അനുഗ്രഹിക്കൂ. ഒരു കസേര മാറ്റിക്കോ. ആ കസേര മാറ്റിക്കോ.